നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. നെയ്മർ ജൂനിയർ അൽ ഹിലാൽ വിടാൻ ഒരുങ്ങുന്നു. വരും മണിക്കൂറുകളിൽ കാര്യങ്ങളിൽ ഒരു ഫൈനൽ തീരുമാനം വരും. അടുത്ത ദിവസങ്ങളിലായിട്ട് അദ്ദേഹം ബ്രസീലിലേക്ക് പറക്കും. സാന്റോസ് അദ്ദേഹത്തെ ഫെബ്രുവരി 1 പ്രസൻറ്റ് ചെയ്യും. ഫെബ്രുവരി 5 അവിടെ അരങ്ങേറ്റം എന്നുള്ള വാർത്തകളൊക്കെ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ അതിൽ കൂടുതൽ വിവരങ്ങൾ ബെൻ ജേക്കബ്സ് നൽകുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത് തുടക്കത്തിലൊരു ലോൺ ഡീൽ എന്ന രൂപത്തിലേക്കാണ് നെഗോസിയേഷൻസ് പോയിരുന്നത്. പക്ഷേ നെയ്മർ ഇൻസിസ്റ്റ് ചെയ്തു ഈ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യണം, അൽ ഹിലാൽ വിട്ടു പോകണം, പെർമനൻ്റ്ലി കോൺട്രാക്റ്റ് അവസാനിപ്പിച്ചു പോകണമെന്ന തീരുമാനത്തിലേക്ക് പോയത് നെയ്മർ ജൂനിയറാണ് എന്നാണ് ഇപ്പോൾ ബെൻ ജേക്കബ്സിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനീഷ്യൽ അപ്രോച്ച് സെൻറ്റേഡ് ഓൺ ലോൺ ബട്ട് ഇറ്റ്സ് ഓൾസോ നൗ പോസിബിൾ നെയ്മർ ടെർമിനേറ്റ്സ് ഹിസ് അൽ ഹിലാൽ ഡീൽ ഇൻ ഓർഡർ ടു സൈൻ എ 6-month കോൺട്രാക്ട് വിത്ത് സാന്റോസ് വിച്ച് ഇൻക്ലൂഡ്സ് എ 1-year ഓപ്ഷൻ എന്നാണ് ഇപ്പോൾ അദ്ദേഹം ഇതിൽ സൂചിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ നെയ്മർ ജൂനിയർ ലോൺ എന്ന രൂപത്തിലുള്ള ടോക്ക് മാറ്റി അദ്ദേഹം ഇവിടെ കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. സാന്റോസിലേക്ക് 6 മാസക്കാലത്തേക്കാണ് അദ്ദേഹം ഇനീഷ്യലി ട്രാൻസ്ഫർ പോവുക. വേണമെങ്കിൽ 1 വർഷത്തെ കൂടി അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് വർദ്ധിപ്പിക്കാവുന്ന രൂപത്തിൽ, എക്സ്റ്റെൻഡ് ചെയ്യാവുന്ന രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇന്ന് ഫൈനൽ ഡീറ്റെയിൽസ് തീരുമാനമാകും. ഹി വിൽ മീറ്റ് വിത്ത് അൽ ഹിലാൽ ഓൺ മൺഡേ ടു ഡിസ്കസ് ഫൈനൽ ഡീറ്റെയിൽസ് എന്നാണ് ഇപ്പോൾ ബെൻ ജേക്കബ്സിൻ്റെ റിപ്പോർട്ട്. അതിലൊരു കാര്യം കൂടി അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. ഇവിടെ വിട്ടു പോവുകയാണെങ്കിലും, സൗദി അറേബ്യ വിട്ടു പോവുകയാണെങ്കിലും സൗദിയുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നല്ല രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാനാണ് നെയ്മർ ആഗ്രഹിക്കുന്നത്. 2034 വേൾഡ് കപ്പിൻ്റെ അംബാസഡറായിട്ട് അദ്ദേഹത്തെ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്ന് ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞില്ല, ഒരു കാര്യം കൂടി, ഇപ്പം ക്ലബ്ബ് വേൾഡ് കപ്പ് വരാനിരിക്കുകയാണല്ലോ. സോ അൽ ഹിലാൽ നെയ്മർ ജൂനിയർ ക്ലബ്ബ് വിട്ടു പോയി കഴിഞ്ഞാൽ അവർ ഒരു ബിഗ് സ്റ്റാറിനെ കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഫിഫയുടെ ആ ഒരു എക്സെപ്ഷണൽ വിൻഡോ എന്ന് പറയുമ്പോൾ ജൂൺ 1 മുതൽ ജൂൺ 10 വരെയുള്ള കാലഘട്ടത്തിൽ താരങ്ങളെ ടീമിലേക്ക് എടുത്താൽ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിപ്പിക്കാം. അപ്പോൾ അതിൽ അൽ ഹിലാൽ മോ സലയെ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് എന്നുകൂടി ബെൻ ജേക്കബ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.